ഹായ് നമസ്കാരം. ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല കൂരിച്ചൊരിയണ മഴയാണ്. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ദാ പൂക്കളൊക്കെ മഴ കൊണ്ട് വാടി തളർന്ന് തല കീഴായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സങ്കടം തോന്നി. നിറയെ പൂക്കളുണ്ട്. നമ്മുടെ എന്താ പറയുക, മല്ലിക മരം. ഞങ്ങൾ മല്ലിക എന്ന് പറയും. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചെണ്ടുമല്ലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ അതാ ഞങ്ങൾ വണ്ടിയിൽ അത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മളൊന്ന് പരിരക്ഷ ഹോം കെയർ എന്ന് പറയട്ടോ, അതായത് കിടപ്പിലായ രോഗികളെ വിസിറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഇന്ന്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ പല പല വീടുകളിൽ നമ്മുടെ പഞ്ചായത്തിലെ പല പല സ്ഥലങ്ങളിൽ പല പല വാർഡുകളിൽ ഒക്കെയാണ്, പല പല വീടുകളിലൊക്കെയാണ് അവരുണ്ടാവുമല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ദിവസം വിസിറ്റ് ചെയ്യേണ്ട കണക്കും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പരിരക്ഷ നേഴ്സിൻ്റെ അടുത്ത് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് അവരുടെ BP നോക്കും, ഷുഗർ നോക്കും, പിന്നെ കത്തീറ്റർ മാറ്റാനായെങ്കിൽ ഒരു മാസമൊക്കെ കത്തീറ്റർ ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മൾ മാറ്റി കൊടുക്കും. പിന്നെ മുറിവുകൾ ഡ്രസ്സ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്ത് കൊടുക്കണ സേവനങ്ങൾ. അങ്ങനെ നമ്മൾ വീടുകളിലേക്ക് കയറി ചെല്ലാണ്. അപ്പോൾ ഒത്തിരി പ്രായമായ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ എന്താ പറയുക, വീടിനുള്ളിൽ മാത്രം അടച്ചിട്ടിരിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പരാതികൾ പറയാനുണ്ടാവും, ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കാനുണ്ടാവും. നമ്മൾ വന്നതിൽ ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു മുത്തശ്ശീൻ്റെ അടുത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രായമൊക്കെ ആയിട്ടുള്ള ആളാണ്. പക്ഷെ എന്താണെന്ന് പറയുക, കണ്ണടയൊന്നും വെക്കേണ്ട കാണാനായിട്ട്. അപ്പോൾ കണ്ണടയൊന്നും വെക്കാതെ രാമായണം വായിക്കുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ പോലും ഇപ്പോഴും കാണണമെങ്കിൽ കണ്ണടയൊക്കെ വെക്കണം. പക്ഷേ ഈ അമ്മയ്ക്ക് കണ്ണടയൊന്നും വെക്കാതെ രാമായണം വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ ഒരുപാട് പാട്ടൊക്കെ പാടിത്തന്നു. പിന്നെ പഴയ കാലത്ത് നടന്നിരുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പരിരക്ഷ സിസ്റ്റർ ഗീതു സിസ്റ്റർ ഞാനിതിന് മുന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റും പിന്നെ ഞങ്ങൾ പിന്നെ ഡ്രൈവറും, ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ ടീം എന്നുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ ഈ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അവർക്ക്. കാര്യം എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളാണ്. എല്ലാ ദിവസവും അമ്പലത്തിൽ പോവുമായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് അമ്പലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നിനും വയ്യ, അപ്പോൾ ഞാൻ ആരെയും കാണണമെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികളൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെയുള്ള ആളടുത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടുകാരവരെ നോക്കാഞ്ഞിട്ടോ കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ പോലും നന്നാക്കാൻ വളർന്നിരിക്കും. സിസ്റ്ററോട് ചോദിക്കണം ഒന്ന് വെട്ടിത്തരുമോയെന്ന്. അപ്പോൾ ആ വീട്ടിലെ മോള് പറഞ്ഞു, ഞങ്ങളിപ്പോൾ വെട്ടിയതേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും വളർന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സിസ്റ്റർ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് സ്നേഹത്തോടെ. അതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കാണുക എന്നുള്ളത് നമുക്കൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമില്ല. ഇത്രയും പ്രായമായിട്ട് കണ്ണട വയ്ക്കാതെ രാമായണം വായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറേ പാട്ടൊക്കെ പാടിത്തന്നു. പിന്നെന്താ പറയുക, നമ്മളൊക്കെ ഇപ്പോൾ കണ്ണിനും അല്ലെങ്കിൽ കേൾവിക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനായിക്കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഞാൻ മരിച്ചാൽ മതിയെന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ദൈവത്തിൻ്റെ അടുത്തല്ല, അപ്പോൾ അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് നമ്മളും പറയുകയാണ്. ആരായാലും നമ്മൾ കഷ്ടപ്പെടുന്നത് കാണാൻ ഒട്ടും രസമില്ലാത്ത കാര്യമല്ലേ. കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന ശേഷം ഞങ്ങൾ പോട്ടെ ഇനിയെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ നിങ്ങൾ പോവുകയാണോ, കുറച്ച് നേരം കൂടി ഇരുന്നൂടെ എന്നൊക്കെ അവർ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ തന്നെ ഒരുപാട് വൈകാതെ വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരണം. എന്തായാലും നമ്മൾ ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ നമുക്ക് ഇനിയും പോകാനുള്ളതല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ വരവ് കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ വന്നിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് പറയും കേട്ടോ. അന്നല്ലേ നിങ്ങൾ വന്നിട്ട് പോയത്, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തേ വരാത്തതെന്നൊക്കെ നമ്മൾ അടുത്ത് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ അവരെ ശ്രദ്ധിക്കാൻ ആളുണ്ടല്ലേ, അവരെ കേൾക്കാൻ ആളുണ്ടെന്ന് കേൾക്കുമ്പോൾ അവർക്കൊന്നും കൂടി ഉഷാറാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഒന്നും നമ്മളിതിനെ പറ്റിയൊന്നും ഒട്ടും ചിന്തിക്കില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വരുമ്പോഴത്തെ അവസ്ഥ ആരെങ്കിലും ചിന്തിക്കുകയോ ഇല്ല. നമ്മൾക്ക് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ആരും സഹായിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. ആ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഒട്ടും ചിന്തിക്കണേ ഇല്ല. അപ്പോൾ എന്താ പറയുക, ഈ പരിരക്ഷാ ഹോം കെയറിന് പോയി കഴിഞ്ഞാൽ ആ കുറച്ച് ദിവസങ്ങൾക്ക് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ടെൻഷനാവട്ടോ, ഇങ്ങനെയൊക്കെ വന്നു പോയാൽ. ഇപ്പോൾ ഈ അമ്മയുടെ അടുത്ത് വന്ന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഒട്ടും വയ്യാത്ത ഒരുപാട് ആൾക്കാരുടെ നമ്മൾ പോകാറുണ്ട്. എല്ലാ കാര്യത്തിനും പരസഹായം ആവശ്യമുള്ള ആൾക്കാർ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി വിഷമമാണ്. കാര്യം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ഓരോരോ അവസ്ഥകൾ കാണുമ്പോൾ അപ്പോൾ അത് കണ്ടു നിൽക്കുക എന്നല്ലാതെ എന്താ പറയുക. അപ്പോൾ ഞങ്ങൾ വേറൊരു വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല.
എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. എന്നാൽ പോലും പിന്നെ എന്താ പറയുക, ഇതുപോലെ തന്നെ വീടിനുള്ളിൽ അടച്ചിട്ട ഒരാളാണ് എന്നുള്ളതാണ്. അവരുടെയൊക്കെ സങ്കടം, പുറത്തേക്ക് പോകാൻ പറ്റണില്ല, ആരെയും കാണാൻ പറ്റണില്ല. ഇങ്ങനത്തെയൊക്കെ കാഴ്ചകളാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഡ്യൂട്ടിയിൽ ഉണ്ടാകുക. അപ്പോൾ എന്തായാലും ഒരുപാട് വിഷമമുള്ള കുറേ കാഴ്ചകളും ഇന്ന് കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി പരീക്ഷ ഹോം കെയർ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്ത് കൂട്ടാക്കാത്തവരൊന്ന് കൂട്ടാക്കുക കേട്ടോ. ഓക്കെ, ബൈ.